ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചില വാഗ്ദാനങ്ങൾ, 5 വാഗ്ദാനങ്ങൾ അല്ലാഹു തരുന്നു. ഇത് 5ഉം അല്ലാഹു പാലിക്കും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. മറ്റുള്ളവരെ പോലെയല്ല, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ പാലം കെട്ടിത്തരാം, ഞാൻ നിങ്ങളുടെ വീട് സ്വർഗമാക്കി തരാം, നിനക്ക് അത് തരാം, ഇത് തരാം, അതൊക്കെ പോകട്ടെ. അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഒരുപാട് സ്ഥാനാർത്ഥികൾ നിൽക്കുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ ജയിക്കും, ബാക്കി എല്ലാവരും പരാജയപ്പെടും. അത് അള്ളാഹുവിന്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്, എന്റെ കയ്യിലല്ല. അള്ളാഹു പറയുന്നുണ്ട്, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മിമ്മൻ തശാ വ തുഇസ്സു മൻ തശാ വ തുദില്ലു മൻ തശാ. അധികാരം അള്ളാഹുവിന്റെ കയ്യിലാണ്. അത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കും. അള്ളാഹു അർഹതപ്പെട്ടവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറയണം. അള്ളാഹു അർഹതപ്പെട്ടവർക്കല്ല കൊടുക്കട്ടെ, നല്ലത് ചെയ്യുന്നവന് കൊടുക്കട്ടെ. വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമുക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ പടച്ചോനെ ഇവൻ ആരാണെന്ന് നോക്കിയിട്ട് വേണം. ഒരാളെ നമ്മൾ നോക്കണം. പടച്ചോനെ നല്ല കാര്യങ്ങൾ നാടിനും സമൂഹത്തിനും ജനതയ്ക്കും രാജ്യത്തിനും ഒക്കെ ഉപകാരപ്പെടുന്നവർ, അങ്ങനെയുള്ളവര്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ഇലക്ഷന്റെ ചൂടിലാണ് എല്ലാവരും, വല്ലാത്ത ചൂട്. എല്ലാവരും എവിടെ നോക്കിയാലും ഈ ഇലക്ഷന്റെ പ്രചരണങ്ങളും നോട്ടീസുകളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് വാഗ്ദാനങ്ങളെ കുറിച്ചാണ്. ഓർമ്മ വെച്ച കാലം മുതലേ നമ്മൾ എല്ലാവരും വാഗ്ദാനങ്ങൾ കേൾക്കുന്നവരാ. വാപ്പ ഒരുപാട് വാഗ്ദാനങ്ങൾ നമുക്ക് നൽകി ചെറുപ്പത്തിലെ. നമ്മുടെ ഉമ്മ നമുക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി. അത് വാങ്ങിച്ചു തരാം, ഇത് വാങ്ങിച്ചു തരാം, അവിടെ കൊണ്ടുപോകാം, ഇവിടെ കൊണ്ടുപോകാം. ഒരുപാട് വാഗ്ദാനങ്ങൾ നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മളും മാതാപിതാക്കളോട് സ്നേഹം കൂടുമ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കാറുണ്ട്. വാപ്പ ഞാൻ പഠിച്ച് നല്ല നിലയിലായ എൻ്റെ ഉപ്പാനെ ഞാൻ പൊന്നുപോലെ നോക്കും, എൻ്റെ ഉപ്പാനെ ഞാൻ ഒരു രാജാധിക പോലെ എൻ്റെ ഉമ്മയെ ഞാൻ നോക്കും. ഇങ്ങനെയൊക്കെ വാഗ്ദാനം കൊടുക്കുന്ന മക്കളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മുടെ അധ്യാപകർ, നമ്മുടെ ഉസ്താദന്മാർ നമുക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകും. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ കേട്ട് 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 ഇങ്ങനെ വളർന്നു വരുന്നവരാ. വിവാഹം കഴിഞ്ഞു, ഭർത്താവ് ഭാര്യയോട് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തു, ഭാര്യ ഭർത്താവിനോട് ഒരുപാട് വാഗ്ദാനം. അവിടെയും കുടുംബജീവിതത്തിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കുകയും കേൾക്കുകയും ചെയ്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇലക്ഷനായി നമ്മുടെ നേതൃത്വങ്ങൾ, നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ രാഷ്ട്രീയത്തിന്റെ നേതാക്കന്മാർ നമുക്കിങ്ങനെ വാഗ്ദാനങ്ങൾ ഇലക്ഷന്റെ സമയമാകുമ്പോ ചാകര പോലെ വാഗ്ദാനങ്ങൾ ഇങ്ങനെ വാരിക്കോരി തരുന്നുണ്ട്. ഇന്ന് റോഡിലൂടെ നടന്നു പോകുമ്പോൾ എവിടെയും ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഫ്ലെക്സ് ആകട്ടെ, നോട്ടീസ് ആകട്ടെ, അതിനകത്ത് ഒരുപാട് വാഗ്ദാനങ്ങൾ. ഞാൻ ഇന്ന് വരുമ്പോഴും വഴിയിലൊക്കെ ഇങ്ങനെ വാഗ്ദാനങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുന്നതായി കിട്ടും. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്നത് തരാം, അത് തരാം, റോഡ് തരാം, അത് തരാം. എന്റെ പ്രിയപ്പെട്ടവർ, വല്ലാത്ത വാഗ്ദാനങ്ങളാണ്. പക്ഷെ നമ്മളെല്ലാവരും ആ വാഗ്ദാനങ്ങൾക്ക് ഒരു വില നൽകുന്നുണ്ട്. കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ പോയി, അത്ര തന്നെ. അതാണ് വാഗ്ദാനം എന്ന് പറയുന്നത്. ഇന്ന് വാഗ്ദാനം എന്ന് പറയുന്നത് കിട്ടിയാൽ കിട്ടി, അവർ ചെയ്താൽ ചെയ്തു, വാങ്ങിത്തന്നാൽ വാങ്ങിത്തന്നു. നമ്മൾ അതിനങ്ങനെ കാണുന്നുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാഗ്ദാനങ്ങൾക്ക് വലിയ വില നൽകാത്ത ഈ കാലത്ത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ രാഷ്ട്രീയക്കാരുടെ, അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ സ്ഥാനാർത്ഥികളുടെ വാഗ്ദാനങ്ങൾക്കപ്പുറം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ചറബ്, ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറബ് നമ്മളോട് വാഗ്ദാനം ചെയ്യുകയാ. വാപ്പ ചെയ്തതുപോലെയല്ല, ഉമ്മ ചെയ്തതുപോലെയല്ല, മക്കള് ചെയ്തതുപോലെയല്ല, ഉസ്താദന്മാര് ചെയ്തതുപോലെയല്ല, സംഘടനയുടെ നേതൃത്വങ്ങൾ പറയുന്നത് പോലെയല്ല, രാഷ്ട്രീയ നേതാക്കന്മാര് പറയുന്നത് പോലെയല്ല. ഈ വാഗ്ദാനം ചെയ്യുന്നത് ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ എന്നെയും നിന്നെയും പടച്ചു പരിപാലിക്കുന്ന പടച്ച റബ്ബ് നമ്മളോട് വാഗ്ദാനം ചെയ്യുകയാണ്. എവിടെയാണ്? അല്ലാഹു കവല പ്രഭാഷണത്തിലല്ല, ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിലല്ല. എവിടെയാണ് അല്ലാഹു നമ്മളോട് വാഗ്ദാനം ചെയ്യുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധമായ ഖുർആൻ, ഞാനും നിങ്ങളും പാരായണം ചെയ്യുന്ന അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ ഉണ്ടല്ലോ, ആ വിശുദ്ധമായ ഖുർആൻ എനിക്കും നിങ്ങൾക്കും മാർഗദർശനമായി, വഴികാട്ടിയായി, വെളിച്ചമായി അല്ലാഹു ഇറക്കി തന്ന പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ. ആ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു
സുബ്ഹാനഹു വ തആല തന്റെ അടിമകളോട് അല്ലാഹു അവിടുന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. അല്ലാഹു 5 വാഗ്ദാനങ്ങളാണ് എന്നോടും നിങ്ങളോടും പറഞ്ഞു തരുന്നത്. അല്ലാഹു പറയുന്നു ഈ വാഗ്ദാനം എന്താണെന്നറിയോ? അല്ലാഹു പറയുന്നു ഞാൻ പറയുന്ന ഇന്ന കാര്യം നീ അനുസരിക്കാൻ തയ്യാറായാൽ, അല്ലാഹു പറയുന്നു ഞാൻ പറയുന്ന ഇന്ന കാര്യം നീ ചെയ്യാനും മനസ്സു കാണിച്ചാ അല്ലാഹു നിനക്ക് ഇന്ന പ്രതിഫലം തരാമെന്ന് അല്ലാഹു തന്നെ വാഗ്ദാനം ചെയ്യുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ലോകത്തിന്റെ ദിവനായ പടച്ച റബ്ബ് നമ്മളോട് പറയുന്ന വാഗ്ദാനമെന്ന് കേൾക്കാൻ തയ്യാറാകൂ. മറ്റുള്ളവരുടെ വാഗ്ദാനം പോലെയല്ല. അല്ലാഹു വാക്കു പറഞ്ഞ പാലിക്കുന്നവനാണ്. അല്ലാഹു തരുമെന്ന് പറഞ്ഞ തരുന്നവനാണ്. പറ്റിച്ചു കളയാൻ അല്ലാഹു മറ്റാരുമല്ല. അല്ലാഹു പറയുന്ന വാക്കു പാലിക്കുന്നവനാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാണ്, ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ കഴിഞ്ഞാൽ, ഈ പറയുന്ന കാര്യങ്ങള് ജീവിതത്തിലും അനുസരിക്കാൻ കഴിഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു നിനക്കെല്ലാം ഞാൻ തരാം. അല്ലാഹു നമ്മളോട് പറയുകയാണ് നിനക്ക് വേണ്ടത് മുഴുവനും ഞാൻ തരാമെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്യുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹു തരുന്ന വാഗ്ദാനം എന്താണ്? അത് ജീവിതത്തിലൊന്ന് പഠിക്കാൻ തയ്യാറാകൂ. അത് ജീവിതത്തിലൊന്ന് ഉൾക്കൊള്ളാൻ തയ്യാറാകൂ. അത് കേട്ടിട്ട് പടച്ചവനെ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ നമ്മൾ തീരുമാനിക്കൂ. അല്ലാഹുവേ പടച്ചവനെ നിന്റെ വാഗ്ദാനങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചില വാഗ്ദാനങ്ങൾ 5 വാഗ്ദാനങ്ങൾ അല്ലാഹു തരുന്നു. ഇത് 5ഉം അല്ലാഹു പാലിക്കും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. മറ്റുള്ളവരെ പോലെയല്ല, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ പാലം കെട്ടിത്തരാം, ഞാൻ നിങ്ങളുടെ വീട് സ്വർഗമാക്കി തരാം, നിനക്ക് അത് തരാം ഇത് തരാം, അതൊക്കെ പോകട്ടെ. അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഒരുപാട് സ്ഥാനാർത്ഥികൾ നിൽക്കുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ ജയിക്കും, ബാക്കി എല്ലാവരും പരാജയപ്പെടും. അത് അല്ലാഹുവിന്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്, എന്റെ കയ്യിലല്ല. അല്ലാഹു പറയുന്നുണ്ട് ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മിമ്മൻ തശാ വ തുഇസ്സു മൻ തശാ വ തുദില്ലു മൻ തശാ. അധികാരം അല്ലാഹുവിന്റെ കയ്യിലാണ്. അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കും. അല്ലാഹു അർഹതപ്പെട്ടവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറയണം. അല്ലാഹു അർഹതപ്പെട്ടവർക്കല്ല കൊടുക്കട്ടെ, നല്ലത് ചെയ്യുന്നവന് കൊടുക്കട്ടെ. വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ പടച്ചോനെ ഇവൻ ആരാണെന്ന് നോക്കിയിട്ട് വേണം. ഒരാളെ നമ്മൾ നോക്കണം. പടച്ചോനെ നല്ല കാര്യങ്ങൾ നാടിനും സമൂഹത്തിനും ജനതയ്ക്കും രാജ്യത്തിനും ഒക്കെ ഉപകാരപ്പെടുന്നവർ, അങ്ങനെയുള്ളവര് അൽഹംദുലില്ലാഹ്. ഞാൻ അതൊന്നുമായി ബന്ധപ്പെട്ടൊന്നും പറയുന്നില്ല ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ അല്ലാഹു ചെയ്യുന്ന 1ാമത്തെ വാഗ്ദാനം എന്താ? നിക്കണ ചങ്ങായിമാരൊക്കെ ഒന്നിരിക്കോ, 5-6 പേര് നിക്കണവരൊന്നിരിക്കടോ, ഒരുപാട് നിൽക്കാൻ പാടില്ല. നിങ്ങളൊക്കെ ഇരുന്നോളി ഇൻഷാ അല്ലാഹ്. ഞാൻ നമ്മളൊക്കെ നിന്ന ഒരുപാട് പ്രശ്നമാണ്, ഇരിക്കെല്ലാവരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല വെള്ളിയാഴ്ച ദിവസമാണല്ലോ, വെള്ളിയാഴ്ച രാവാണല്ലോ. ഇന്നത്തെ ദുആഇക്ക് ഇജാബത്തുള്ളൊരു ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് കിട്ടിയ അവസരം പാഴാക്കരുത് ഇൻഷാ അല്ലാഹ്. എല്ലാവരും അവസാനം വരെ ഇരുന്ന് അൽഹംദുലില്ലാഹ് ദുആയിലും എല്ലാവരും ഉൾക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവസാനം അൽഹംദുലില്ലാഹ് സ്വലാത്ത് പറഞ്ഞ് സന്തോഷത്തോടെ നമുക്ക് പിരിക്കണം ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മക്കളെ കുട്ടികളോട് മിണ്ടായിരിക്കാൻ പറയാറോ അല്ല നമ്മാര്. മദ്രസയുടെ 60 അൽഹംദുലില്ലാഹ് മദ്രസയുടെ 60ാമത് വാർഷികമാണ്. അൽഹംദുലില്ലാഹ് വലിയ സന്തോഷം. ഇങ്ങനെ വാർഷികമൊക്കെ സാധാരണ നടക്കാറില്ല. 60 വർഷം അൽഹംദുലില്ലാഹ്. അപ്പൊ ഈ നാട് എത്രത്തോളം അൽഹംദുലില്ലാഹ് നന്മ ചിന്തിക്കുന്നുണ്ടെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെല്ലാം ഇതിനു വേണ്ടി പരിശ്രമിച്ചവരുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായി കഴിയുന്ന എല്ലാവർക്കും അല്ലാഹു പരിപൂർണ്ണ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ചെയ്യുന്ന 1ാമത്തെ വാഗ്ദാനം എന്താ? അല്ലാഹു പറയുന്ന 1ാമത്തെ വാഗ്ദാനം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ. ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹു തന്റെ അടിമകളായ എന്നോടും നിങ്ങളോടും അല്ലാഹു പറയുന്ന 1ാമത്തെ വാഗ്ദാനം എന്തെന്നറിയുമോ?
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു ലഇൻ ശകർതും ലഅസീദന്നകും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്ന ഒന്നാമത്തെ വാഗ്ദാനം, അല്ലാഹു പറയുന്ന ഒന്നാമത്തെ വാഗ്ദാനം എന്തെന്നറിയുമോ? ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും മിൻ അദാബി ലശദീദ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നമ്മളോട് പറയുന്ന ഒന്നാമത്തെ വാഗ്ദാനം എന്താ? അല്ലാഹു പറയുന്നു ലഇൻ ശകർതും ലഅസീദന്നകും. അല്ലാഹു പറയുകയാണ്, പടച്ചവൻ പറയുകയാണ്, നീ എനിക്ക് ശുക്ർ ചെയ്താൽ, നീ എന്നോട് നന്ദി കാണിച്ചാൽ, അല്ലാഹു എനിക്കും നിങ്ങൾക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നിട്ടുണ്ട്. അല്ലാഹു ചെയ്ത നമ്മ അനുഗ്രഹങ്ങളെ കുറിച്ച് എണ്ണി തീർക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയില്ല. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു വാരിക്കോരി തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന എത്ര പേരാവുള്ളത്? ആ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുന്ന എത്ര പേരാവുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ അധികം പേരും നന്ദിയില്ലാത്തവരാണ്. നമ്മളിൽ അധികം പേരും അല്ലാഹു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ട് ആ പടച്ച റബ്ബിനെ പുറങ്കാല് കൊണ്ട് ചവിട്ടി മറിക്കുന്നവരാണ്. ആ അല്ലാഹുവിനെതിരെ പ്രവർത്തിക്കുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്നു, നീ എന്നോട് നന്ദി കാണിച്ചാൽ, അല്ലാഹു തരുന്ന ഒന്നാമത്തെ വാഗ്ദാനമതാ, നീ എന്നോട് നന്ദിയുള്ളവനായാൽ, ഞാൻ തരുന്നതിന് നീ നന്ദി കാണിച്ചാൽ, അല്ലാഹു പറയുന്നു, നിനക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരാം, നിനക്ക് വേണ്ടത് മുഴുവനും ഞാൻ വാരിക്കോരി തരാം. എന്റെ പ്രിയപ്പെട്ടവരെ, നന്ദിയുള്ളവര് വളരെ കുറച്ചു പേര് മാത്രമാണ്. ന്യൂനപക്ഷത്തിന് മാത്രമേ നന്ദിയുള്ളൂ. ന്യൂനപക്ഷം മാത്രമേ അല്ലാഹുവിനോട് നന്ദി കാണിക്കൂ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ കമ്പോളത്തിലൂടെ നടന്നു പോവുകയാണ്. വാശിയേറിയ കച്ചവടം നടക്കുന്ന കമ്പോളത്തിലൂടെ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കമ്പോളത്തിലൂടെ നടന്നു പോകുമ്പോൾ എല്ലാവരും വാശിയേറിയ കച്ചവടം നടത്തുകയാണ്. ആ കച്ചവടം നടക്കുന്ന കമ്പോളത്തിലൂടെ ഉമർ തങ്ങൾ ഇങ്ങനെ നടന്നു പോയപ്പോ ഒരു മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ദർബാറിലേക്ക് തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് ആ മനുഷ്യനെ പടച്ചവനോട് പൊട്ടിക്കരന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. എന്താണ് ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ ജഅൽനീ മിൻ ഇബാദിക്കൽ ഖലീൽ. വാശിയേറിയ കച്ചവടം നടക്കുന്ന കമ്പോളത്തിൽ ഇരുന്നു കൊണ്ട് പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് ആ മനുഷ്യൻ അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്. എന്നെ ആ കുറഞ്ഞ വിഭാഗത്തിൽ പെടുത്തണേ തമ്പുരാന്, എന്നെ നീ ന്യൂനപക്ഷത്തിൽ പെടുത്തണേ തമ്പുരാന് എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന മനുഷ്യനെ കണ്ടപ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, ഈ വാശിയേറിയ കച്ചവടം നടക്കുന്ന കമ്പോളത്തിൽ ഇരുന്നു കൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ അല്ലാഹുവേ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? ന്യൂനപക്ഷത്തിൽ പെടുത്തണേ പടച്ചവന്, ന്യൂനപക്ഷത്തിൽ പെടുത്തണേ പടച്ചവന് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ദുആ ചെയ്യുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനോട് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്താണ്? ഇന്നല്ലാഹ യഖൂലു ഫീ കിതാബിഹിൽ അസീസ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്താണ് ആ കാരണം പറയുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വഖലീലൻ മിൻ ഇബാദിഹി ശകൂർ. നന്ദി കാണിക്കുന്നവര് ന്യൂനപക്ഷമാണ്. കുറച്ചു പേര് മാത്രമേ അല്ലാഹുവിനോട് നന്ദി കാണിക്കൂ. ന്യൂനപക്ഷം മാത്രമേ അല്ലാഹുവിനോട് നന്ദി കാണിക്കൂ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ആ നന്ദിയുള്ള വിഭാഗത്തിൽ എന്നെ പെടുത്തണേ അല്ലാ. അതിനു വേണ്ടിയാണ് ഞാൻ പടച്ചവനോട് ദുആ ചെയ്യുന്നതെന്ന് പറയുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നുകൊണ്ട് പടച്ചവനോട് ആ മനുഷ്യൻ പറയുന്ന മറുപടി കേട്ടപ്പോ ഉമർ തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ജഅൽനീ മിനൽ ഖലീൽ.
അല്ലാഹുവേ എന്നെയും ആ കുറഞ്ഞ വിഭാഗത്തിൽ പെടുത്തണേ അല്ലാ, നന്ദിയുള്ള വിഭാഗത്തിൽ പെടുത്തണേ അല്ലാ എന്ന് മറുതങ്ങൾ പോലും അവിടെ നിന്ന് ദുആ ചെയ്തെന്ന് ചരിത്രം പറയുമ്പോ ആ ന്യൂനപക്ഷത്തിൽ എത്ര പേരാ ഉള്ളത്? അല്ലാഹു നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് തന്നത്. കണ്ണ് തന്നല്ലോ, ചെവി തന്നല്ലോ, കേൾക്കാനുള്ള കഴിവ് തന്നല്ലോ, സംസാരിക്കാനുള്ള കഴിവ് തന്നല്ലോ, കൈ തന്നല്ലോ, കാല് തന്നല്ലോ, ആരോഗ്യം തന്നല്ലോ, സമ്പത്ത് നൽകിയല്ലോ. അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ സിറാജിന് നൽകിയിട്ടുണ്ട്. അല്ലാഹു നിങ്ങൾക്കും നൽകിയിട്ടുണ്ട്. ഈ നൽകിയ അനുഗ്രഹങ്ങൾക്ക് പടച്ചവനെ നന്ദി കാണിക്കുന്നവരെത്ര പേരാണ്? നമ്മളിലധികം പേരും നന്ദിയില്ലടോ. റോഡിലൂടെ നടന്നു പോകുന്ന നാലുകാലുള്ള നായുണ്ടല്ലോ, തൊട്ടാൽ 7 വെള്ളത്തിൽ കഴുകണമെന്ന് ഫിഖിന്റെ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്ന ആ നായിക്ക് പോലും ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ അത് യജമാനനെ മറന്നു പോകില്ല. അത് നന്ദി കാണിക്കുന്ന ഒരു മൃഗമാടോ. പക്ഷേ 30, 40, 50 കൊല്ലം അല്ലാഹു നിനക്ക് എല്ലാം വാരിക്കൂരി തന്നിട്ട് ആ പടച്ച റബ്ബിനെ ഓർമ്മ പോലുമില്ലാതെ പടച്ചവനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന പെങ്ങള്, അല്ലാഹുവിനെ മറക്കല്ലേ മോളെ, അല്ലാഹുവിനെ മറക്കല്ലേ പെങ്ങളെ. അല്ലാഹു പറയുന്നു ലഇൻ ശകറതും ലഅസീദന്നകും, നീ എനിക്ക് നന്ദി കാണിച്ചാൽ, എന്നോട് നന്ദിയുള്ളവളായാൽ, എനിക്ക് ശുക്ർ ചെയ്യുന്നവളായാൽ നിനക്കെല്ലാം ഞാൻ മാറിക്കൂടി തരാ, നിനക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരാ, വേണ്ടത് മുഴുവനും നിനക്ക് ഞാൻ തരാ. അല്ല നീ എന്നെ മറന്നു കളഞ്ഞാൽ, പടച്ചവനെ മറന്നുകൊണ്ട് ധിക്കാരികളെ പോലെ നടന്നാൽ അല്ലാഹു പറയുകയാ എനിക്ക് തരാ മാത്രമല്ല അറിയുന്നത്, എനിക്ക് തരാ മാത്രമല്ല അറിയുന്നത്, വലഇന കഫർതും മിൻ അദാബി ലശദീദ്, ആ തരുന്ന അല്ലാഹുവിന് എല്ലാം തിരിച്ചെടുക്കാനുള്ള കഴിവുമുണ്ടെന്ന് മറന്നു പോകല്ലേ സഹോദരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന നമ്മൾ നന്ദിയുള്ളവരാകൂ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകം മുഴുവനും പടയ്ക്കാൻ കാരണക്കാരനായ മുത്തുനബി പാതിരാത്രിയിൽ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുകയാണ്. പാതിരാത്രിയിൽ പടച്ചവനെ പ്രവാചകൻ നിന്ന് നിസ്കരിക്കുകയാണ്. കാലിന്റെ കാല് വരാ കാല് പോലും അവിടെ നിന്ന് നീര് കെട്ടുന്ന രീതിയിൽ നബി തങ്ങളെ രാത്രിയിൽ മുഴുവനും നിന്ന് ഇബാദത്ത് എടുക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല നബി തങ്ങളുടെ ആ കാല് നീര് കെട്ടിയിട്ടിരിക്കും കണ്ടപ്പോ അവിടെ ചോദിക്കുന്നു, നബിയേ എന്തിനാ നബിയെ ഇതുപോലെ ഇബാദത്ത് ചെയ്യുന്നത്? സ്വർഗം തുറക്കുന്നത് നിങ്ങളല്ലേ നബിയേ? എല്ലാം നിങ്ങളല്ലേ ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത്? എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തന്നിട്ടുണ്ടല്ലോ, അങ്ങ് മഅസൂമാണല്ലോ, പിന്നെ എന്തിനാണ് ഇതുപോലെ കഷ്ടപ്പെട്ടുകൊണ്ട് പാതിരാത്രിയിൽ നമസ്കരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ ഇന്നഹു കാന അബ്ദൻ ശകൂറാ, അല്ലാഹുവിനോട് നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ, അല്ലാഹുവിനോട് നന്ദിയുള്ളവനാകണ്ടേ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് നന്ദിയുള്ള അടിമയെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 114 സൂറത്തുകൾ, 6600 പരം വരുന്ന ആയത്തുകള്. ആ പരിശുദ്ധമായ ഖുർആനിലൂടെ ഞാനും നിങ്ങളും ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ അല്ലാഹു ചില അടിമകളെ കുറിച്ച് അല്ലാഹു തന്നെ പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹു തന്നെ ചില അടിമകളെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഈ അടിമ നന്ദിയുള്ള അടിമയാണ്, ഈ അടിമ നന്ദിയുള്ള അടിമയാണ് എന്ന് അല്ലാഹു തന്നെ പരിചയപ്പെടുത്തിയ ഒരടിമയാരെന്നറിയുമോ? മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി ദഅവത്ത് നടത്തിയ പ്രവാചകനാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. ആ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം മനോഹരമായ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആ നൂഹ് നബിയുടെ ചരിത്രം ഇങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ നൂഹ് നബിയുടെ ചരിത്രം അവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ട്. ആ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അവിടെ നിന്ന് പറയുമ്പോ അല്ലാഹു പറയുന്ന ഒരു ആയത്ത് കാണാം. അല്ലാഹു തന്നെ പറയുകയാ, അല്ലാഹു തന്നെ പറയുന്നു, ദുർരിയത മൻ ഹമൽനാ മഅനൂ ഇന്നഹു കാന അബ്ദൻ ശകൂറാ.
അല്ലാഹുവിന്റെ പ്രവാചകനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുമ്പോ അല്ലാഹു തന്നെ പറയുകയാണ്, നൂഹ് എന്ന് പറയുന്ന പ്രവാചകനുണ്ടല്ലോ, നൂഹ് എന്ന് പറയുന്ന പ്രവാചകനുണ്ടല്ലോ, ഇന്നഹു കാന അബ്ദൻ ശകൂറാ. നൂഹ് എന്ന് പറയുന്ന പ്രവാചകൻ നന്ദിയുള്ള അടിമയാ. അല്ലാഹു നൂഹ് നബിയുടെ ചരിത്രം പറയുമ്പോ പറയുകയാണ്, നൂഹ് നബി നന്ദിയുള്ള അടിമയാണ്, നൂഹ് നബി നന്ദിയുള്ള അടിമയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയുടെ ചരിത്രം അവിടെ നിന്ന് പഠിപ്പിച്ചു തരുമ്പോ വായിച്ചു നോക്ക് ചെറുപ്പക്കാരാ. ആ നൂഹ് നബിയുടെ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടോ. ആ നൂഹ് നബിയുടെ ചരിത്രത്തിൽ നിന്ന് ഞാനും നിങ്ങളും പഠിക്കേണ്ട ചില പാഠമുണ്ടോ. നൂഹ് നബിയുടെ ഒരു പ്രത്യേകത എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, നൂഹ് നബിയുടെ ഒരു പ്രത്യേകത എന്താണ്? നൂഹ് നബിയെ കുറിച്ച് അല്ലാഹു നന്ദിയുള്ള അടിമയാണെന്ന് പറഞ്ഞല്ലോ. ആ നൂഹ് നബിയുടെ ചരിത്രത്തിൽ നിന്ന് പഠിക്കാനുള്ള ഒരു പാഠം എന്താ? ഖാല നൂഹൻ ഇദാ ലബിസ സൗബൻ ഔ അഖല തുആമൻ ഹമിദല്ലാഹ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഒരു പ്രത്യേകത എന്താണ്? നൂഹ് നബി വസ്ത്രം ധരിച്ചാൽ, നൂഹ് നബി വെള്ളം കുടിച്ചാൽ, നൂഹ് നബി ഭക്ഷണം കഴിച്ചാൽ, നൂഹ് നബിയുടെ നാവിന്റെ തുമ്പിൽ നിന്ന് എപ്പോഴും വരുന്ന ഒരു വാചകമുണ്ട്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. നൂഹ് നബിയുടെ ജീവിതത്തിൽ നിന്ന് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ്, എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ കഴിയുന്ന ഒരു പാഠം എന്തെന്നറിയോ? നൂഹ് നബി അലൈഹിസ്സലാം എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും പറയുമായിരുന്നു അൽഹംദുലില്ലാഹ്. ഒരു വസ്ത്രം ധരിച്ചാ പറയും അൽഹംദുലില്ലാഹ്, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാ പറയും അൽഹംദുലില്ലാഹ്. പടച്ചവനെ എന്ത് കാര്യം ചെയ്യുമ്പോഴും നൂഹ് നബി അലൈഹിസ്സലാം പറയുമായിരുന്നു അൽഹംദുലില്ലാഹ്, ഇന്നഹു കാന അബ്ദൻ ശകൂറാ. അല്ലാഹു ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയ നന്ദിയുള്ള ഒരു അടിമയെന്ന് അല്ലാഹ് പറഞ്ഞ ഒരു പ്രവാചകനാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ നൂഹ് നബിയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു പാഠം, നൂഹ് നബി എപ്പോഴും പറയുമായിരുന്നു അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സുഖമല്ലേ? സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണോ? ആ, അപ്പോഴേ പോയി. ഇത്രയും നേരം പറഞ്ഞത് വെറുതെ ആയി പോയി. അതാ പറഞ്ഞർത്ഥം. ഒരാള് സുഖമാണോ എന്ന് ചോദിച്ചാ എന്താ മറുപടി പറയണ്ടേ? ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരാള് സുഖമാണോ എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി അൽഹംദുലില്ലാഹ് എന്നാണ് പറയേണ്ടതെന്ന് അറിയാത്ത ആരാ ഉള്ളേ? എന്റെ അമ്മക്കതൊക്കെ നിസ്സാരമായി പോയി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദ് നബവിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹാബി കയറി വന്നു. നബി തങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, ചങ്ങാതി സുഖമാണോ? ആ സ്വഹാബി പറഞ്ഞു അൽഹംദുലില്ലാഹ് ഖൈർ, അൽഹംദുലില്ലാഹ് റാഹത്താണ് നബി. അവര് മറുപടി കേട്ടപ്പോ നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ. രണ്ടാമതൊരാൾ തൊട്ടു പുറകിൽ കയറി വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, നിനക്ക് സുഖമാണോ? ആ, സുഖമാണ് നബി, ഖൈർ റാഹത്താണ് നബി. അപ്പൊ നബി തങ്ങൾ ചിരിച്ചൊന്നും മിണ്ടിയില്ല. അപ്പൊ ആ സഹാബി തന്നെ ചോദിച്ചു, എനിക്ക് ദുആ ഇല്ല നബി, എനിക്ക് ബർക്കത്തില്ല നബി. അയാളോട് ചോദിച്ച അതേ ചോദ്യമല്ലേ എന്നോട് ചോദിച്ചേ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, നീ ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയിനാ റസൂലുള്ളാഹി. അപ്പൊ ഇനി പറ, സുഖമാണോ? ഉറക്കങ്ങിട്ട് പറഞ്ഞ സുഖമാണോ? നഷ്ടമൊന്നുമില്ല, ആണെന്നും പറയണ്ട, അല്ലാന്നും പറയണ്ട. കച്ചവടമൊക്കെ ഉണ്ടോ? അൽഹംദുലില്ലാഹ് ഉണ്ടെന്ന് ഇതിനാ പറയാൻ പോണേ. നിനക്ക് കച്ചവടം ഉണ്ടോന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് ഉണ്ടെന്നും പറയണ്ട, ഇല്ലാന്നും പറയണ്ട, അള്ളാനെ സ്തുതിച്ചാൽ മതി. അതുകൊണ്ട് നേട്ടമല്ലേ ഉള്ളൂ. എന്തേ പടച്ചോനെ, നീ ഇപ്പൊ പടച്ചോനെ എന്തിനാ ഗൾഫിലൊക്കെ പോകുന്ന? നല്ല കാശല്ലേ, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് 3000-4000 കിട്ടുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. എന്തിനാ ഗൾഫിൽ പോയിട്ട് അറബിയുടെ അടിമയെ പോലെ കഷ്ടപ്പെടുന്നത്? ഇവിടെ കിടന്നാൽ പോരെ? ഇത് നീ ഇങ്ങനെ പറയുമ്പോ കേൾക്കുന്നവൻ ചിന്തിക്കും, പടച്ചോനെ ഇവന് മാത്രം ഇത്ര കച്ചവടം എന്താ അല്ലാഹ്, അവനൊരു മുട്ട കുഴിച്ചിടാൻ തോന്നിയാലോ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തിനാ ആവശ്യമില്ലാത്തത്? എന്തിനാ നമ്മൾ ആവശ്യമില്ലാത്ത പറയുന്നത്? ഇപ്പൊ വയത് കേൾക്കാൻ വന്ന സഹോദരി കൂട്ടുകാരി കല്യാണം കുറെ നാളുകൾക്ക് ശേഷം ആമിനായി ആയിഷായും കണ്ടുമുട്ടിയെ. അപ്പൊ ആമിന ആയിഷാരി ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്? ഓ, ഒന്നുമില്ല, ആകെ യുദ്ധം നടക്കല്ലേ, ആകെ പ്രശ്നം അവിടൊക്കെ, പഴയതുപോലൊന്നും ഇല്ലടോ, ആകെ തട്ടിയും മുട്ടിയൊക്കെ ഇങ്ങനെ പോകുന്നു. അപ്പൊ ആമിന മനസ്സിൽ വിചാരിക്കും, ഇവളെ എത്തിങ്ങാനായി ഒരു സന്തോഷം, എന്തിനാ എന്റെ ആവശ്യം? ഞാൻ പറഞ്ഞു വരുന്നത് അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് പറയാൻ പഠിക്കും. അത് എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു വാചകമല്ലടോ. അതാ ഞാൻ പറഞ്ഞു വരുന്നേ.
എല്ലാവരുടെ നാവിന്റെ തുമ്പിൽ വരുന്ന ഒരു വാചകമല്ല അൽഹംദുലില്ലാഹ്. അത് എല്ലാവർക്കും പറയാൻ കഴിയുന്ന ഒരു വാചകമല്ല അൽഹംദുലില്ലാഹ്. അത് എല്ലാവർക്കും പറയാൻ കഴിയുന്ന ഒരു വാചകമല്ല. അത് നാവിന്റെ തുമ്പിൽ ഒരു ദിക്ർ പോലെ കടന്നു വരണമെങ്കിൽ ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹു ഇഷ്ടപ്പെടണം സഹോദരാ. ചില വാചകങ്ങൾ പറയണമെങ്കിൽ അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കേ കഴിയൂ. അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ, പടച്ചവനെ തവക്കൽതു അലല്ലാഹ് എന്ന് പറയാൻ, സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ, ഈ വാചകങ്ങളൊന്നും സാധാരണ ഒരു വാചകമല്ല. ഇത് പറയുന്നതിന് വല്ലാത്ത ഒരു പ്രതിഫലമാണ്. ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ എത്ര പേരാണ് ഇൻഷാ അല്ലാഹ് പറയുന്നത്? അല്ലാഹു പറഞ്ഞല്ലോ ഇൻഷാ അല്ലാഹ് പറയാൻ. പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നു ഇൻഷാ അല്ലാഹ് പറയാൻ. എത്ര പേരാണ് ഇൻഷാ അല്ലാഹ് പറയുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ദുഃഖമാകട്ടെ സന്തോഷമാകട്ടെ, അല്ലാഹു എന്ത് പ്രയാസം തന്നാലും പറയണം അൽഹംദുലില്ലാഹ്. നമ്മൾ നന്ദിയുള്ളവരാകണം സഹോദരാ. അല്ലാഹു ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ കടന്നു വരുമടോ. ദുഃഖങ്ങളും ദുരിതങ്ങളും ജീവിതത്തിൽ കടന്നു വരും. എന്ത് പ്രയാസം വന്നാലും പറയണം അൽഹംദുലില്ലാഹ്. വല്ലാത്ത ഒരു പ്രതിഫലമാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് സ്വഹാബാ, അതാ പടച്ചവനെ, ഒരു മനുഷ്യന്റെ മക്കളുടെ റൂഹ് പിടിച്ചിട്ട് മലക്കുകൾ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് മടങ്ങി ചെല്ലുമ്പോ അല്ലാഹു മലക്കുകളോട് ചോദിക്കും, എന്റെ അടിമയുടെ കരളിന്റെ കഷ്ടത്തിന് നിങ്ങൾ പിടിച്ചു കൊണ്ടുവന്നപ്പോ ആ മനുഷ്യൻ എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ മലക്കുകൾ പറയും അൽഹംദുലില്ലാഹ്. അവടപ്പഴം പറഞ്ഞത് അൽഹംദുലില്ലയാണ് പടച്ചവന്. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു പറയുമത്രേ, സ്വർഗത്തിലൊരു കൊട്ടാരം പണിയാൻ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാൽ അൽഹംദുലില്ലാ പറഞ്ഞാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നിങ്ങളെ എന്ത് ചെയ്താലും പറയണം അൽഹംദുലില്ലാഹ്. ആ അൽഹംദുലില്ലയുടെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു സ്വർഗത്തിലൊരു കൊട്ടാരം പണിയാൻ പറയുകയാ. മലക്കുകളോട് പറയുമത്രേ, സ്വർഗത്തിലൊരു കൊട്ടാരം പണിയാൻ, നിനക്കൊരു വീട് പണിയാൻ അൽഹംദുലില്ലാ പറഞ്ഞു പടച്ചവനെ സ്തുതിച്ചവന് സ്വർഗത്തിലൊരു വീട് പണിയാൻ അല്ലാഹു പറയുകയാണ്. ബൈത്തുൽ ഹംദ് എന്ന് പേര് വെക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഇവനെ ഭയന്നുകൊണ്ട് ജീവിച്ച മനുഷ്യനാണ് ഉർവ റളിയല്ലാഹു തആല അൻഹു. ഉർവ തങ്ങളുടെ കാലിന്റെ ഒരു വിരൽ പഴുക്കുകയാണ്. കാലിന്റെ ഒരു വിരലിന് വല്ലാത്ത വേദനയായി വൈദ്യന്മാരെ കാണിക്കുകയാണ്. വൈദ്യന്മാരെ കാണിച്ചപ്പോ പറഞ്ഞു, തങ്ങള് കാലിന്റെ വിരല് പഴുക്കുന്നു, തങ്ങള് ഈ വിരല് മുറിച്ചു മാറ്റണം, അല്ലാതെ ഒരു പോംവഴിയില്ല. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു കാലിന്റെ വിരല് മുറിക്കാൻ സമ്മതിച്ചില്ല. പടച്ചവനെ, ദിവസങ്ങൾ കഴിഞ്ഞു, കാലിന് വല്ലാത്ത വേദന കൂടുകയാണ്. രണ്ടാമതും വൈദ്യന്മാരെ കാണിച്ചപ്പോ അവര് പറഞ്ഞു, തങ്ങളെ കാലിന്റെ പഴുപ്പ് മുകളിലേക്ക് കയറിയിരിക്കുകയാണ്, മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പഴുപ്പ് വ്യാപിച്ചിരിക്കുകയാണ്. ഇനി വിരല് മുറിച്ചാ പോരാ, കാൽപ്പത്തി മുറിച്ച് കളയണം തങ്ങള്. ഉർവതങ്ങളെ മിണ്ടാതെ നടന്നു. കുറച്ചു ദിവസങ്ങൾ കൂടെ കഴിഞ്ഞു, കാലിന് വല്ലാത്ത വേദനയായി. അപ്പൊ വൈദ്യന്മാരെ കാണിച്ചപ്പോ പറഞ്ഞു, കാലിന്റെ പഴുപ്പ് മുകളിലേക്ക് കയറി, ഇനി കാല് മുറിച്ച് മാറ്റണം തങ്ങള്. ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നതെന്നനുസരിക്ക്. അവസാനം ഉർവ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കാല് മുറിക്കാൻ സമ്മതിക്കുകയാണ്. തങ്ങളെ, സീരിയലിന്റെ കഥയല്ല പറയുന്നത്, ഏതെങ്കിലും ഒരുത്തൻ എഴുതി വച്ചിരിക്കുന്ന തിരക്കഥയല്ല പറയുന്നത്. ആർക്ക് വേണമെങ്കിലും മഹാനായ ഉർവ റളിയല്ലാഹുവിന്റെ ചരിത്രം വായിച്ചു നോക്കാൻ കഴിയുമല്ലോ. ഉർവ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ കാല് മുറിക്കുന്നതിന് വേണ്ടി സമ്മതിക്കുകയാണ്. അവസാനം വൈദ്യന്മാരെ കാല് മുറിക്കുന്നതിന് വേണ്ടി തയ്യാറെടുപ്പോടെ കടന്നു വന്നോ. ലഹരി കൊണ്ടുവന്ന ഉർവതങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഉർവതങ്ങളോട് പറഞ്ഞ് ലഹരി കുടിക്കാൻ. മഹാനവറുകൾ ചോദിച്ചു, എന്തിനാ ലഹരി കുടിക്കുന്നത്? എന്തിനാണ് ഞാനിത് കുടിക്കുന്നത്? തങ്ങളെ, കാല് മുറിക്കുന്നതിന് വല്ലാത്ത വേദനയാ, കാല് മുറിക്കുന്നതിന് വല്ലാത്ത വേദനയാ. ഇത് കുടിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് ലഹരി കുടിക്കണമെന്ന് ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ചെന്ന് പറയുമ്പോ മഹാനവറുകൾ
തങ്ങൾ പറഞ്ഞു, കള്ളിൽ ഒരിക്കലും സിഫയില്ല, ഒരിക്കലും ലഹരി പദാർത്ഥങ്ങളിൽ സിഫയില്ല, ഞാൻ കുടിക്കാൻ തയ്യാറല്ല. പടച്ചവനെ, ഏതാ വൈദ്യന്മാർക്ക് വല്ലാത്ത സങ്കടമായി, എങ്ങനെയാണ് ഈ കാല് മുറിച്ച് മാറ്റുന്നത്? അങ്ങനെ എല്ലാവരും സങ്കടത്തിൽ നിന്നപ്പോ മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് കാല് മുറിച്ചാ പോരെ, നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചാ പോരെ, ഞാൻ തന്നെ ഒരു വഴി പറഞ്ഞു തരാം. ഞാൻ ഒതുവെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കാൻ കൈകെട്ടിക്കഴിഞ്ഞാൽ, ഞാൻ 2 റക്അത്ത് നമസ്കരിക്കാം, ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചെന്ന് മനസ്സിലായ, പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാം, നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചെന്ന് മനസ്സിലായ, പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ച് മാറ്റിക്കോ. മഹാനായ ഉർവ തങ്ങൾ ഒതുവെടുത്തിട്ട് കടന്നു വന്നടാ ചെറുപ്പക്കാരാ. സുബൈർ എന്ന് പറയുന്ന സ്വാമഹാനുണ്ടല്ലോ, അവിടെ നിന്ന് ഒതുവെടുത്ത് നമസ്കാരത്തിന് വേണ്ടി കടന്നു വന്നു. അതാ നിസ്കാരിക്കാൻ അവിടെ നിന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് അതാ തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞ് കൈകെട്ടുകയാണ്. പടച്ചവനെ, നമസ്കാരം തുടങ്ങി. അവിടെ നിന്ന് ഫാത്തിഹ ഓതി, അവിടെ നിന്ന് സൂറത്ത് ഓതുകയാ. ഏത് സൂറത്താ പാരായണം ചെയ്തതെന്നറിയുമോ? യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. മഹാനായ ഉർവ തങ്ങൾ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചെന്ന് മനസ്സിലായപ്പോ വൈദ്യന്മാരെന്ത് ചെയ്തെന്നറിയുവോ? മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാല് മുറിക്കാൻ തുടങ്ങുകയാണ്. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കാലങ്ങ് മുറിച്ചു മാറ്റികടാ ചെറുപ്പക്കാരാ. അറിഞ്ഞില്ലടാ പൊന്നുമോനെ, അറിഞ്ഞില്ലടാ പൊന്നുമോനെ. അവിടത്തെ ഒരു കാല് മുറിച്ചു മാറ്റിയപ്പോ ഉർവ റളിയല്ലാഹു തആല അൻഹു അറിഞ്ഞില്ല. കാരണം നിൽക്കുന്നത് ആരുടെ മുമ്പിലാ? ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ പടച്ചറപ്പ് ഒരു മറകമില്ലാതെ കണ്ണിന്റെ മുമ്പിൽ വന്നിട്ട് നിൽക്കുന്ന സമയമാണ്, നിസ്കരിക്കുന്ന സമയം. ആ സമയത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ഉർവ തങ്ങളെ കാല് മുറിച്ചു മാറ്റിയിട്ടറിഞ്ഞില്ല. പടച്ചവനെ, മുറിച്ച കാലിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ ഒഴുകുകയാണ്. പൈപ്പ് പൊട്ടികെട്ട് വീഴുന്നത് പോലെ രക്തം ഇങ്ങനെ വീഴുകയാ. വൈദ്യന്മാരെന്ത് ചെയ്തെന്നറിയുമോ? സൈത്തന്നെ തിളപ്പിക്കുകയാണ്. പെട്ടെന്ന് രക്തം നിൽക്കാനുള്ള ഒരു വഴി സൈത്തന്നെ തിളപ്പിക്കുകയാണ്. ആ സൈത്തന്നെ തിളപ്പിച്ചിട്ട് ആ തിളച്ച എണ്ണ മുറിച്ച കാലിലേക്ക് മുക്കി. പെങ്ങള്, തിളച്ച എണ്ണയെ കുറിച്ച് നിനക്കറിയാം, എനിക്കറിയില്ല. നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുന്നവരാണല്ലോ. ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറിച്ച കാലിലേക്ക് ആ സൈത്തണ്ണ തിളപ്പിച്ച എണ്ണയങ്ങ് മുക്കുകയാണ്. ഉർവ തങ്ങൾ അറിഞ്ഞില്ല ചെറുപ്പക്കാരാ. കാരണം ഓതുന്ന ആയത്തേതാ? ഒരായത്തിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പാരായണം ചെയ്യുകയാണ്. ഏതായത്താ ഓതിയതെന്നറിയുമോ? ഇന്നലദൈനാ അൻകാലം വജഹീമാ. ഈ ആയത്താണ് ഇങ്ങനെ പാരായണം ചെയ്യുന്നത്. അല്ലാഹുവിന്റെ ഭയാനകമായ നരകത്തെ കുറിച്ച് പറയുന്ന ആയത്ത്. ആയത്തിങ്ങനെ ഉറക്ക ഓതുകയാ. പടച്ചവരെ, നരകത്തെ കുറിച്ചുള്ള ആയത്തിങ്ങനെ പാരായണം ചെയ്യുകയാ. അപ്പോഴാണ് കാലിലേക്ക് എണ്ണ മുക്കുന്നത്. പർവ്വതങ്ങൾ അറിഞ്ഞില്ല. രക്തം ഇങ്ങനെ പോയി പോയി ബോധം കെട്ട് താഴെ വീഴുകയാണ്. വൈദ്യന്മാര് മരുന്ന് വെച്ച് കെട്ടിയടോ. ബോധമില്ലാതെ കിടക്കുകയാണ്. വൈദ്യന്മാര് ചുറ്റുഭാഗത്ത് നിൽക്കുകയാണ്. അവർക്ക് വല്ലാത്ത സങ്കടമായി. കാല് മുറിച്ചതറിഞ്ഞിട്ടില്ല. പടച്ചവനെ, പറയുമ്പോ സങ്കടമാകുമല്ലോ. ആരാ പറയുന്നത് കാല് മുറിച്ചു മാറ്റിയെന്ന്? അങ്ങനെ വൈദ്യന്മാര് സങ്കടത്തോടെ നിൽക്കുമ്പോഴാണ് കുടുംബത്തിലെ ഒരാൾ ഓടി വരുന്നത്. ഉർവതങ്ങളെ തിരഞ്ഞുകൊണ്ട് കുടുംബക്കാരൻ ഓടി വരികയാണ്. എവിടെ ഉർവതങ്ങൾ, എവിടെ ഉർവതങ്ങൾ, എവിടെ? എന്തേ കാര്യമെന്ന് ചോദിക്കുമ്പോ അവിടെ മനുഷ്യൻ പറയുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, അതാ കുതിരയുടെ ചവിട്ട് കൊണ്ട് മരണപ്പെട്ടിരിക്കുകയാ.
പ്രിയപ്പെട്ട പൊന്നുമോനെ മരണപ്പെട്ടിരിക്കുകയാണ്. മരണവാർത്ത പറയാൻ വന്നിരിക്കുകയാണ്. എല്ലാവർക്കും വല്ലാത്ത സങ്കടമായി. പടച്ചവനെ, കാല് മുറിച്ചു കിടക്കുന്ന മഹാനോട് കാല് മുറിച്ചു മാറ്റി എന്ന് പറയാൻ സങ്കടപ്പെട്ടു നിൽക്കുന്നവരോട് തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകന് മരണപ്പെട്ടു പോയ വാർത്ത കേൾക്കുമ്പോ വീണ്ടും സങ്കടമായിടോ. അവസാനം റളിയല്ലാഹു തആല അൻഹുവിന് ബോധം തിരിച്ചു വന്നു. വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ അവിടത്തെ കാല് മുറിച്ചു മാറ്റി തങ്ങള്. ഉർവതങ്ങളുടെ മറുപടി എന്താ? ഇന്നാ ലില്ലാഹി അൽഹംദുലില്ലാഹ്. അവിടെന്ന് പറഞ്ഞ വാചകം അൽഹംദുലില്ലാഹ്. തങ്ങളെ, ഏറ്റവും ചെറിയ മകന് കുതിരയുടെ ചവിട്ട് കൊണ്ട് മരണപ്പെട്ടു തങ്ങള്. ഉർവതങ്ങള് പറയുന്നു, ഇന്നാ ലില്ലാഹി അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും വല്ലാത്ത അത്ഭുതമായിടോ. എല്ലാവർക്കും വല്ലാത്ത അത്ഭുതമായി. എന്തേ തങ്ങളെ സങ്കടം വരുന്നില്ല? തന്റെ കാല് മുറിച്ചു മാറ്റിയെന്ന് പറഞ്ഞപ്പോ, തന്റെ പ്രിയപ്പെട്ട മകൻ മരിച്ചെന്ന് പറഞ്ഞപ്പോ അവിടെ അൽഹംദുലില്ലാഹ് പറയുന്നല്ലോ. സങ്കടം വരുന്നില്ലേ? പൂർവ്വതങ്ങളുടെ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവേ, കാലില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ പേരുണ്ട്. നടക്കാൻ കഴിയാതെ പടച്ചവര്, ഒരു കാലില്ലാതെ രണ്ട് കാലുമില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ പേരുണ്ട്. അല്ലാഹു ഒരുപാട് കാലം നടക്കാൻ എനിക്ക് രണ്ട് കാല് തന്നില്ലേ? എന്നിട്ട് ഒരെണ്ണമല്ലേ തിരിച്ചെടുത്തുള്ളൂ? ഒരെണ്ണമെങ്കിലും അല്ലാഹു ബാക്കി വെച്ചല്ലോ. അൽഹംദുലില്ലാഹ്. പൂർവ്വതങ്ങൾ പറയുന്നു, 7 മക്കളെ അല്ലാഹു തന്നിട്ട് ഒരെണ്ണത്തെയല്ലേ തിരിച്ചെടുത്തുള്ളൂ. ബാക്കി മക്കളെ അല്ലാഹു ആയുസോടെ നൽകിയല്ലോ. അൽഹംദുലില്ലാഹ്. പൂർവ്വതങ്ങളുടെ വാചകമാടോ? പൂർവ്വതങ്ങളെ പറഞ്ഞ മറുപടിയാടോ? നിങ്ങള് അത് കഴിഞ്ഞപ്പോ റളിയല്ലാഹു തആല അൻഹു വല്ലാതെ കരയുകയാ. പർവ്വതങ്ങളെ സങ്കടത്തോടെ കരയുകയാ. കരയുന്നത് കണ്ടപ്പോ ചോദിച്ചു, എന്തിനാ തങ്ങളെ കരയുന്നത്? കാല് മുറിച്ചു മാറ്റിയെന്ന് പറഞ്ഞപ്പോ കരഞ്ഞില്ലല്ലോ. പൊന്നാര മകൻ മരിച്ചെന്ന് പറഞ്ഞപ്പോ കരഞ്ഞില്ലല്ലോ. പിന്നെ എന്തിനാണ് അങ്ങ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി, ഇനി പഴയതുപോലെ അല്ലാഹുവിന് നന്ദി കാണിക്കാൻ പറ്റില്ലല്ലോ. ഒരുപാട് വലിയ സൂറത്തുകൾ പാരായണം ചെയ്തിട്ട് ഇനി ഒരുപാട് നേരം എനിക്ക് നിന്ന് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. ആ സങ്കടം കൊണ്ട് കരഞ്ഞതാണെന്ന് മഹാനവറുകൾ മറുപടി പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര്, അൽഹംദുലില്ലാഹ് പറയാൻ പഠിക്കണോ. അതൊരു വലിയ ശുക്റാണോ? അതൊരു വലിയ ശുക്റാണോ? അതുകൊണ്ട് അല്ലാഹു നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞപ്പോ അവിടെന്ന് പറഞ്ഞു, ഇന്നഹു കാന അബ്ദൻ ശകൂറാ ദുരിയത മൻ ഹമൽനാ മഅ നൂഹ് ഇന്നഹു കാന അബ്ദൻ ശകൂറാ. നൂഹ് എന്ന് പറയുന്ന പ്രവാചകൻ നന്ദിയുള്ള അടിമയാണ്. ആ നൂഹ് നബിയുടെ ചരിത്രത്തിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും പഠിക്കാനുള്ള ഒരു പാഠം അൽഹംദുലില്ലാഹ് എപ്പോഴും പറയടേ, ഏത് സമയത്തും പറയടേ. അത് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അല്ലാഹുവിന് അൽഹംദുലില്ലാഹ് പറയുന്നത് വല്ലാത്ത ഇഷ്ടമാണെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ രണ്ടാമത് പ്രവാചകന്റെ ചരിത്രം അല്ലാഹു പറയുകയാ. രണ്ടാമത് അടിമയുടെ ചരിത്രം അല്ലാഹു പറയുകയാ. മഹാനായ ഖലീൽ
ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ ചരിത്രം അല്ലാഹു പറഞ്ഞിട്ട് പറയുന്നു, ഇബ്രാഹിമും നന്ദിയുള്ള അടിമയാ. ഇബ്രാഹിമും നന്ദിയുള്ള അടിമയാണ്. ഇബ്രാഹിം നബി അല്ലാഹുവിന്റെ ഖലീലാണ്. ആ ഖലീലാകാനുള്ള കാരണം എന്തെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വായിച്ചു നോക്കണോ. നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു പാഠം കാണാം. ഇബ്രാഹിം നബിയുടെ ഒരു പ്രത്യേകത, ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. ഇബ്രാഹിം നബി ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. എപ്പോഴും പടച്ചവനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു പാവപ്പെട്ടവനുണ്ടാകണം, ഒരു വഴിയാത്രക്കാരൻ ഉണ്ടാകണം. പടച്ചവനെ തെരഞ്ഞു നടക്കുമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭക്ഷണം കഴിക്കാൻ സമയമായാൽ അവിടെ നിന്ന് തിരഞ്ഞു നടക്കുകയാണ്. ആരെങ്കിലും വഴിയാത്രക്കാരെ കണ്ടാൽ, പാവപ്പെട്ടവരെ കണ്ടാൽ ഇബ്രാഹിം നബി അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുമായിരുന്നു. അല്ലാഹുവേ, ഇബ്രാഹിം നബി ഒരിക്കൽ ഭക്ഷണം കഴിക്കാൻ സമയമായപ്പോ അവിടെ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. പടച്ചവനെ ഭക്ഷണം കൊടുക്കാൻ ആളെ കിട്ടാതെ വന്നപ്പോ ഇബ്രാഹിം നബി അവിടെ നിന്ന് വീട്ടിൽ വന്നിരുന്ന് കരഞ്ഞടാ ചെറുപ്പക്കാരാ. അല്ലാഹുവേ, തന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു പാവപ്പെട്ടവനെ കിട്ടാതെ വന്നപ്പോ ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞ പ്രവാചകനാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വല്ലാത്ത ഒരു ഗുണമാണ് സഹോദരാ. പടച്ചവനെ ഭക്ഷണം കൊടുക്കുന്നത് സാധാരണ ഒരു കാര്യമല്ല. ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യനെ കാണുകയാണ്. ആ മനുഷ്യനോട് പറഞ്ഞു, കഴിക്കാൻ ഭക്ഷണം തരാ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചു കൊണ്ടുവരികയാണ്. ഭക്ഷണം കഴിക്കാനിരുന്നു. രണ്ടുപേരും ഭക്ഷണം കഴിക്കാനിരുന്നു. ഇബ്രാഹിം നബി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഴിയിൽ വെച്ച് കണ്ട ഒരാളെ ഭക്ഷണം തരാമെന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി വിളിച്ചുകൊണ്ട് വന്നു. ഭക്ഷണം കഴിക്കാൻ സമയമായപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. മുമ്പിലിരിക്കുന്ന മനുഷ്യൻ ബിസ്മി പറയാതെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പൊ ഇബ്രാഹിം നബി ചോദിച്ചു, എന്ത് ബിസ്മി പറയാത്ത? അവൻ ചോദിച്ചു, ബിസ്മി എന്താന്നത്? കാരണം അയാൾ ദൈവം അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ആളാ, മുസ്ലിം ആയിരുന്നില്ല. അപ്പൊ ബിസ്മി പറയാതെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇബ്രാഹിം നബിക്ക് ദേഷ്യം വന്നു. എന്നിട്ട് പറഞ്ഞു, ഭക്ഷണം കൊടുത്തില്ല. പുക പറഞ്ഞു, അയാൾ ഇറക്കി വിട്ടു. അയാൾ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് അയാൾ ഇറങ്ങിപ്പോയി. അയാൾ ഇങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഇബ്രാഹിമേ, ആ മനുഷ്യന് ഇത്രയും കാലം ഭക്ഷണം കൊടുത്തത് ആരാ? അല്ലാഹ്. എടാ, എന്നെ വിശ്വാസമില്ലാത്ത മനുഷ്യൻ, എന്നെ കൊണ്ട് വിശ്വസിക്കാത്ത ആ മനുഷ്യന് ഇത്രയും കാലം ഞാൻ ഭക്ഷണം കൊടുത്തു, നിനക്ക് ഒരു നേരം കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അല്ലാഹ് വഴക്ക് പറഞ്ഞു ഇബ്രാഹിം നബിയെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ടിറങ്ങി വീടിന്റെ പുറത്തേക്ക് ഓടിയാ പാടില്ല പുറകെ. അദ്ദേഹത്തിന് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പുറകെ പോയി. ആ മനുഷ്യൻ വിചാരിച്ചു ഇബ്രാഹിം നബി വീണ്ടും വഴക്കുണ്ടാക്കാൻ വരാന്ന്. ചങ്ങാതി ഓടി. ഇബ്രാഹിം നബി കൂടെ ഓടി ആ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണം, ഇല്ലാതെ നിങ്ങളെ ഞാൻ വിടൂല. കരയാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തെന്നെ കളിയാക്കുന്നു? നിങ്ങൾ എന്നെ ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്ന് ഇറക്കി വിട്ടത് നിങ്ങളല്ല, ഇനിയിപ്പോ എന്താ ഇങ്ങനെ? അപ്പോഴാ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, എന്റെ റബ്ബെന്നെ വഴക്ക് പറഞ്ഞു നിന്നെ ഇറക്കി വിട്ടതിന്റെ പേരിൽ. എന്റെ റബ്ബെന്നെ വഴക്ക് പറഞ്ഞു നിന്നെ ഇറക്കി വിട്ടതിന്റെ പേരിൽ. ആ മനുഷ്യൻ ചോദിച്ചു, ഞാൻ പോലും വിശ്വസിക്കാത്ത നിങ്ങളുടെ റബ്ബ് എന്റെ മനസ്സ് വേദനിച്ചപ്പോൾ അള്ളാഹു നിങ്ങളെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ റബ്ബിനെ കൊണ്ട് വിശ്വസിക്കുന്നു. അദ്ദേഹം മുസ്ലിമായി. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരിക്കൽ ഇങ്ങനെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ആളെ തെരഞ്ഞെടുത്ത് കിട്ടിയില്ല. വീട്ടിൽ വന്നിട്ടിരുന്ന് കരയ. അള്ളാഹുവിന്റെ മലക്കുകൾ പടച്ചവനോട് ആ രംഗം കണ്ടിട്ട് അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ ഞങ്ങൾ പോകട്ടെ അള്ളാഹ്. നിങ്ങൾ ചിന്തിക്കേണ്ടത് എവിടെയാ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ വീടിനകത്തിരുന്ന് സങ്കടപ്പെടുന്നത് കണ്ടപ്പോ അള്ളാഹുവിനോട് മലക്കുകൾ പോലും അള്ളാഹുവിനോട് ചോദിക്കുക. ഹദീസിൽ കാണാം, മലക്കുകൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു, പടച്ചവനെ ഞങ്ങൾ പോകട്ടെ അല്ലാഹ്. മിനൽ മലായികത്തി ഫീ സൂറത്തുൽ ബസർ, ഞങ്ങൾ മനുഷ്യന്റെ രൂപത്തിൽ കടന്നു പോകട്ടെ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം കൊടുത്തു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മുമ്പിലേക്കും മലക്കുകൾ മനുഷ്യന്റെ രൂപത്തിൽ കടന്നു വന്നു. ഇബ്രാഹിം നബി ഫദഊഹും ഇലാ തുആമിഹിം, അവരെ വിളിച്ചു ഭക്ഷണം കഴിക്കാൻ. അപ്പൊ അവര് മഹാന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് കുഷ്ഠരോഗമുള്ളവരാ ഞങ്ങൾ, എങ്ങനെയാ നിങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് മലക്കുകൾ വിളിച്ചപ്പോ പറഞ്ഞു, ഞങ്ങൾക്ക് കുഷ്ഠരോഗമുണ്ട്, ഞങ്ങൾ എങ്ങനെ നിങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം? ഇബ്രാഹിം നബിയുടെ മറുപടി, അൽഹംദുലില്ലാ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരാടോ.
കുഷ്ഠരോഗമാണെന്ന് പറഞ്ഞ് പാട്ടി ഓടിക്കലില്ല. ഇബ്രാഹിം നബിയുടെ മറുപടി അൽഹംദുലില്ലാ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരാ. അള്ളാഹു നിങ്ങൾക്ക് ഇത്രയും വലിയ ഒരു പരീക്ഷണം തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹു അത്രത്തോളം ഇഷ്ടപ്പെട്ടത് കൊണ്ടാകും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു പ്രയാസവും ദുരിതമൊക്കെ തരുമ്പോൾ കുറ്റം പറഞ്ഞ് ഇങ്ങനെ നടക്കലല്ല, ഇങ്ങനെ പരാതിയും ആപരാതിയും പറഞ്ഞ് നടക്കലല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു പല പരീക്ഷണങ്ങളും കൊടുക്കും. എന്നിട്ട് അതിന് പകരം അള്ളാഹു സ്വർഗം കൊടുക്കും. അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിലൊക്കെ പെടുത്തുമാറാകട്ടെ.